ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചിക്കൻ മസാല തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു പട്ട, പിന്നെ 6 ഏലക്കായ, 8 10 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 8 ഗ്രാമ്പു ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ആദ്യമേ തന്നെ ചേർക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ചേർക്കാം. അപ്പോൾ കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി വരുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചെറിയൊരു സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഇത്രയധികം വേണ്ട, നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ ഇവിടെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെക്കണം. അതിനുശേഷം തയ്യാറാക്കി തുടങ്ങാം. ഇല്ലെങ്കിൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ചേർക്കുന്നത്. 3 4 ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടുതലാവാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. 1 2 ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടൊന്നുമില്ല, ഇനിയും നന്നായിട്ട് കുക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം.
അങ്ങനെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ച് വെക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചൂടാറി വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്